നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രമീല ജോജി, തിരുവനന്തപുരം കിംസ് ഹെൽത്തിലെ പീഡിയാട്രിക് എമർജൻസി ആൻഡ് ക്രിട്ടിക്കൽ കെയർ വിഭാഗം സീനിയർ കൺസൾട്ടൻ്റാണ്. അപ്പോൾ കുട്ടികളുടെ എമർജൻസിയിൽ വരുന്ന സീരിയസ് അസുഖങ്ങളും അതുപോലെ തന്നെ പീഡിയാട്രിക് ട്രോമ അതിനെപ്പറ്റിയൊക്കെ അല്പനേരം നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ പീഡിയാട്രിക് എമർജൻസി എന്ന് പറഞ്ഞാൽ പണ്ട് കാഷ്വാലിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ്. ഇപ്പോൾ നമ്മളത് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്, എമർജൻസി മെഡിസിൻ, എമർജൻസി റൂം എന്ന് പല രാജ്യങ്ങളിലും പല രീതിയിലാണ് ഇത് അറിയപ്പെടുന്നത്. എമർജൻസി റൂം, എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ എമർജൻസിയിൽ കുട്ടികൾ വരുന്ന ആ എമർജൻസി എന്നുള്ള കോൺസെപ്റ്റ് ഇപ്പോൾ നല്ലപോലെ ഉള്ളതുകൊണ്ട് പല കുട്ടികളെയും നമുക്ക് സേവ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഒരു കുഞ്ഞിന് ശ്വാസം മുട്ടൽ കൂടുകയാണ്, അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് ഫിറ്റ്സ് വരികയാണ്, സീഷർ വരികയാണ്, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് വന്നു, ഒരു ഫോൾ വന്നു, അങ്ങനെ വരുമ്പോൾ 24/7 വർക്ക് ചെയ്യുന്ന എമർജൻസീസ് ഉണ്ട് പല ഹോസ്പിറ്റലുകളിലും. ഇപ്പോൾ നമ്മുടെ കിംസിലാണെങ്കിൽ ഞങ്ങൾക്ക് 24/7 പീഡിയാട്രിക് എമർജൻസി ട്രെയിൻഡ് കൺസൾട്ടൻസ് ആണ് റൺ ചെയ്യുന്നത്. അപ്പോൾ ഈ പീഡിയാട്രിക് ഡോക്ടേഴ്സ് എല്ലാവരും BLS, പീഡിയാട്രിക് അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട്, ബേസിക് ലൈഫ് സപ്പോർട്ട് ഇതിലൊക്കെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. നഴ്സസും ട്രെയിൻഡാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ വരുമ്പോൾ നമുക്കൊരു ട്രയാജിങ് ഉണ്ട്. ആ ഒരു ട്രയാജ് കോഡ് അനുസരിച്ച് അപ്പോൾ ഏറ്റവും സിക്കായിട്ട് വരുന്ന റെഡ് പോവും, അത് കഴിഞ്ഞ് യെല്ലോ ആൻഡ് ഗ്രീൻ. അപ്പോൾ ആ റെഡ് വരുന്നത് റിയൽ എമർജൻസീസ് ആണ്. അപ്പോൾ ആ എമർജൻസീസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്ന കുറേ കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, കുഞ്ഞുങ്ങൾക്ക് ഫിറ്റ്സ് വരുന്നത്. കുഞ്ഞുങ്ങൾക്ക് നല്ലതായിട്ട് ഫിറ്റ്സ്, കൺവൾഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു OPയിലോ അങ്ങനെയൊന്നും കൊണ്ടുവരുന്നത് 24/7 ഡോക്ടേഴ്സുള്ള എമർജൻസി, പീഡിയാട്രിക് എമർജൻസിയിൽ തന്നെ കൊണ്ടുവരണം. കാരണം ആ ഇനിഷ്യൽ ഗോൾഡൻ അവർ ഓഫ് മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കുഞ്ഞുങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് ആ ഫിറ്റ്സ് കറക്റ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് എയർവേ ബ്ലോക്ക് ഒന്നും വരാതെ, ഒരു വെന്റിലേറ്ററൊന്നും ആകാതെ, അതിന് എല്ലാ മാനേജ്മെൻറ്റും ഒന്നിച്ച് ചെയ്യാൻ ഒരു ടീം വർക്ക് ഉള്ളിടത്താണ് ഈ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ മാനേജ് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ശ്വാസം മുട്ടലോ, ആസ്മ അല്ലെങ്കിൽ ഒരു ന്യൂമോണിയ വേഴ്സൺ ചെയ്തൊരു കുഞ്ഞ് വരുവാണെങ്കിലും എത്രയും പെട്ടെന്ന് എമർജൻസിയിലാണ് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഞാനത് റിപ്പീറ്റഡായിട്ട് പറയുന്നത്, പലരും ചിലപ്പോൾ ശ്വാസം മുട്ടൽ കൂടും, അല്ലെങ്കിൽ എന്തെങ്കിലും OPയിൽ പോയി ഡോക്ടറെ കാണാൻ നിൽക്കും, അങ്ങനെയല്ല. ഇതെല്ലാം എമർജൻസീസാണ്. അപ്പോൾ പീഡിയാട്രിക് എമർജൻസീസ് എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീഷേഴ്സ്, ഫിറ്റ്സ് വരുന്നത്, പിന്നെ വളരെയധികം ശ്വാസം മുട്ടൽ വരുന്നത്, പിന്നെ ട്രോമ, എവിടെയെന്തെങ്കിലും വീഴുക, ഒരു ആക്സിഡൻറ്റ് പറ്റുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, പിന്നെ എന്തെങ്കിലും മരുന്ന് കുഞ്ഞുങ്ങളെടുത്ത് കഴിക്കുക, ഇതൊക്കെ പീഡിയാട്രിക് എമർജൻസി വിഭാഗത്തിൽ പെടുന്നതാണ്. ഇപ്പോൾ പീഡിയാട്രിക് ട്രോമ എന്ന് പറഞ്ഞാൽ പീഡിയാട്രിക് പോളിട്രോമ. ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് എവിടെയെങ്കിലും സംഭവിച്ചു, അപ്പോൾ ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റുവാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമുക്ക് അറിയണം നമുക്ക് എവിടെയാണ് കെയർ കിട്ടുന്നത്, കുഞ്ഞുങ്ങളുടെ ട്രോമ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള സെൻറ്റേഴ്സ് ഉണ്ടോ, ഇതൊക്കെ നമ്മൾ നേരത്തെ അറിഞ്ഞു വെക്കണം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ആംബുലൻസിന് കോൾ വന്നു കഴിഞ്ഞാൽ ഉടൻ നമുക്ക് പോയി കളക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ട്രയാജ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മുടെ വാട്സാപ്പ് നമ്പറിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺ സ്പോട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്ത് തരും, എന്താ ചെയ്യേണ്ടതെന്ന് പറയുക. അതിനൊപ്പം ബൈക്ക് ആംബുലൻസ് അല്ലെങ്കിൽ നമ്മുടെ റോഡ് ആംബുലൻസ് വിട്ട് നമ്മൾ കളക്ട് ചെയ്യും കുഞ്ഞുങ്ങളെ. അപ്പോൾ പീഡിയാട്രിക് പോളിട്രോമ എന്ന് പറഞ്ഞാൽ ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം ചേർത്ത് നമ്മൾ രക്ഷപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ ഒരു കുഞ്ഞു പോലും നമ്മുടെ ഈ ഒരു ട്രിവാൻഡ്രം സിറ്റിയിൽ ഒത്തിരി ഹോസ്പിറ്റൽസ് ഉണ്ട്, എല്ലാ ഹോസ്പിറ്റൽസും കെയർ ഉണ്ട്. അപ്പോൾ എമർജൻസി മെഡിസിൻ നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള സെൻറ്റേഴ്സിൽ പോയിട്ട് ഒരു കുഞ്ഞിൻ്റെ പോലും ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല ഒരു ട്രോമ കാരണം. അപ്പോൾ പ്രീ ഹോസ്പിറ്റൽ കെയർ, അതായത് ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ കൊടുക്കുന്ന കെയറാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എസ്പെഷ്യലി ഇങ്ങനെ ഓരോ കണ്ടീഷനിലും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പെട്ടെന്നൊരു കുഞ്ഞിന് കാർഡിയാക് അറസ്റ്റ് വന്നു, അപ്പോൾ അവിടെ കൊടുക്കുന്ന CPR ആണ് ആ കുഞ്ഞിനെ രക്ഷിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞങ്ങൾ ഒത്തിരി ട്രെയിനിങ് പേരൻസിന് കൊടുക്കുന്നുണ്ട്, പല സെൻറ്റേഴ്സിന് കൊടുക്കുന്നുണ്ട്, ഓട്ടോ ഡ്രൈവേഴ്സ്, ടാക്സി ഡ്രൈവേഴ്സ്, അങ്ങനെ ഗ്രൂപ്പ്സിനൊക്കെ ആയിട്ട് നമ്മൾ BLS പഠിപ്പിക്കണം. അപ്പോൾ എവിടെ കാർഡിയാക് അറസ്റ്റ് വന്നാലും അവിടെ കുഞ്ഞുങ്ങൾക്ക് കാർഡിയാക് അറസ്റ്റ് വന്നാൽ കുഞ്ഞുങ്ങൾക്ക് മറ്റ് അസുഖങ്ങളില്ല അഡൽട്ട് പോലെ, അപ്പോൾ പെട്ടെന്ന് നമുക്ക് CPR കൊടുത്ത് അവരെ തിരിച്ചു കൊണ്ടുവരാം. പലപ്പോഴും കുഞ്ഞുങ്ങൾക്കൊരു കാർഡിയാക് അറസ്റ്റ് വരുന്നത് ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും. അപ്പോൾ അവരുടെ റെസ്പിറേറ്ററി കോംപ്രമൈസ് വന്നിട്ട് കാർഡിയാക് കോംപ്രമൈസ് വന്നിട്ടാണ് അറസ്റ്റ് വരുന്നത്. അപ്പോൾ ആ റെസ്പിറേറ്ററി കോംപ്രമൈസ് വരുമ്പോഴേക്കും ആ സമയത്ത് തന്നെ നമ്മളത് ഡീൽ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് കുഞ്ഞുങ്ങളെ തിരിച്ച് ജീവനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരും, ഇത് കേൾക്കുന്ന എല്ലാവരും നിങ്ങളുടെ ഏരിയയിലുള്ള ഹോസ്പിറ്റൽസിൻ്റെ നമ്പേഴ്സും എമർജൻസി ആംബുലൻസ് സർവീസസ് ഉള്ള നമ്പേഴ്സും, പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ കിംസിലെ പീഡിയാട്രിക് എമർജൻസി ആൻഡ് ക്രിട്ടിക്കൽ കെയറിൻ്റെ ഹെഡാണ്. അപ്പോൾ പീഡിയാട്രിക് എമർജൻസിയിൽ എന്താവശ്യം വന്നാലും നമ്മുടെ ടെലിട്രയാജ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി പീഡിയാട്രിക് എമർജൻസി ഫിസിഷ്യൻ നിങ്ങളോട് സംസാരിച്ചിട്ട് നിങ്ങളെ ഡയറക്റ്റ് ചെയ്യും, അതിനൊപ്പം തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. പിന്നെ അനഫിലാക്സിസ് എന്നൊരു കണ്ടീഷൻ, ഇതെനിക്ക് എപ്പോഴും പറഞ്ഞു തരണമെന്ന് തോന്നുന്നൊരു കാര്യമാണ്. ഈവൻ ഡോക്ടേഴ്സ് പോലും ട്രീറ്റ് ചെയ്യാൻ മടിക്കുന്ന ഒരു കണ്ടീഷനാണ് അനഫിലാക്സിസ്. അപ്പോൾ എന്താണ് അനഫിലാക്സിസ് എന്ന് പറഞ്ഞാൽ,
നമ്മുടെ എന്തെങ്കിലും ഒരു അലർജി വന്നിട്ട് നമുക്ക് ദേഹത്ത് ചൊറിച്ചിലും അങ്ങനെയൊക്കെ വരും, അത് നമുക്ക് ട്രീറ്റ് ചെയ്യാം. പക്ഷേ ചിലപ്പോൾ നമ്മളെന്തെങ്കിലും ഫുഡ് കഴിക്കുന്നതുകൊണ്ടാവാം, ഞണ്ട് കൊഞ്ചമൊക്കെ കഴിക്കുമ്പോൾ ചിലർക്ക് വരും, ചിലർക്ക് ഫിഷ് കഴിക്കുമ്പോൾ വരും, ചിലർക്ക് എന്തെങ്കിലും ഒരു ഈച്ച അല്ലെങ്കിൽ പൂച്ചി വലിയ കൊതുക് കടിച്ചിട്ട് വരും. അതായത് പ്രത്യേക ടൈപ്പുള്ള വലിയ കൊതുകുണ്ടല്ലോ, അല്ലെ ഉറുമ്പ്, ചുമന്ന കളറിലെ ആൻഡ്, റെഡ് ആൻഡ് ഒക്കെ കടിക്കുമ്പോഴൊക്കെ ശരീരത്ത് നല്ല തെണുത്ത് വരികയും അതിനൊപ്പം മുഖത്ത് നീര് വരികയും ചുണ്ട് നീര് വരികയും നമ്മുടെ ശ്വാസകോശത്തിൽ നീര് വരികയും ചെയ്യും. അപ്പോൾ മോർ ദാൻ 3 സിസ്റ്റംസ്, അതായത് സ്കിന്നിൽ റാഷ് വരികയോ മുഖത്തൊക്കെ നീര് വരികയോ ശ്വാസമുട്ടൽ വരികയോ നമ്മുടെ BP ഫോൾ, അതായത് നമുക്ക് വളരെ നമ്മുടെ ദേഹമൊക്കെ നീല കളറിലാവുകയൊക്കെ ചെയ്താൽ നമുക്കറിയാം അതാണ് അനഫിലാക്സിസ്. നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരവസ്ഥ. ആ അനഫിലാക്സിസ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് മരണപ്പെടാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും നമ്മൾ കേൾക്കും കുഴഞ്ഞു വീണ് മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ വരിക ഫുഡൊക്കെ കഴിക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചു എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു അനഫിലാക്സിസ് ആയിരിക്കും, നമ്മൾ അറിയാതെ പോകുന്നതാണ്. അപ്പോൾ അതിന് നമുക്ക് ഒറ്റ വഴിയേ ഉള്ളൂ, അതിന് അഡ്രിനാലിൻ ഇഞ്ചക്ഷൻ കൊടുക്കണം. അപ്പോൾ എവിടെയാണേലും പെട്ടെന്നെടുത്ത് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇത് കേൾക്കും, ഞാൻ എപ്പോഴും പറയും ജൂനിയർ ഡോക്ടേഴ്സിനൊക്കെ ചിലപ്പോൾ ഇത് അറിയണം എന്നില്ല, മാൻഡേറ്ററി അല്ല. അനഫിലാക്സിസ് ട്രെയിനിങ് കുറച്ച് കുറവാണ് വെളി രാജ്യങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ സ്ഥലത്ത്. കാരണം പലർക്കും ഈ അഡ്രിനാലിൻ കൊടുക്കാൻ മടിയാണ്. അപ്പോൾ ഫുഡ് അലർജി സ്ഥിരമായിട്ടുള്ള കുട്ടികളെയൊക്കെ ഞങ്ങളിവിടെ അവരുടെ പേരൻസിനെ തന്നെ അഡ്രിനാലിൻ ഇഞ്ചക്ഷൻ കൊടുക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അനഫിലാക്സിസ് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഒരു പ്രോബ്ലം കാരണം വളരെ ശ്വാസമുട്ടലും ഇങ്ങനെ വരുമ്പോൾ എമർജൻസി ആയിട്ട് അഡ്രിനാലിൻ ഇഞ്ചക്ഷൻ വേണം. ആ അഡ്രിനാലിൻ ഇഞ്ചക്ഷൻ ഉള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി അതെടുക്കുക. പിന്നെ എപ്പോഴെങ്കിലും ഫുഡ് അലർജി ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് എപ്പിപ്പെൻ എന്ന് പറഞ്ഞ് ഈ അഡ്രിനാലിൻ്റെ നമുക്ക് തന്നെ എടുക്കാം. നമുക്കതൊരു ഡോക്ടറോ നഴ്സോ മെഡിക്കൽ പ്രൊഫഷണലോ ആവണമെന്നില്ല, നമുക്ക് തന്നെത്താനെ എടുക്കാൻ പറ്റുന്ന എപ്പിപ്പെൻ അവൈലബിൾ ആണ്, അതും സേഫായിട്ട് വെക്കുക. അപ്പോൾ കുട്ടികൾക്കും അനഫിലാക്സിസ് ഒത്തിരിയും വരാറുണ്ട്, നമ്മൾ അവരെയൊക്കെ ഫോളോ അപ്പിൽ കീപ്പ് ചെയ്യാറുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഈ കണ്ടീഷൻസ് എല്ലാം, അതായത് ഒരു എമർജൻസി ആയിട്ടുള്ള ഒരു സീഷേഴ്സ്, ഫിറ്റ്സ് വരുന്നത്, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട്, അക്യൂട്ട് ആസ്മ അല്ലെങ്കിൽ ഒരു സിവിയർ ന്യൂമോണിയ, പിന്നെ പോളിട്രോമ, പീഡിയാട്രിക് ആക്സിഡൻറ്റ്സ്, പോയ്സണിങ്, പിന്നെ ബൈറ്റ്സ്, സ്നേക്ക് ബൈറ്റൊക്കെ പക്ഷേ ഇപ്പോൾ പാമ്പ് കടിച്ചു എന്നൊക്കെ ഉള്ളത് വളരെ നേരത്തെ വരുന്നുണ്ട്, കോംപ്ലിക്കേഷൻസ് അധികം ഇപ്പോൾ കാണാറില്ല. പണ്ട് കാലത്തൊക്കെ ഞങ്ങളുടെയൊക്കെ പ്രാക്ടീസ് തുടങ്ങിയ കാലങ്ങളിലൊക്കെ സ്നേക്ക് ബൈറ്റ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ വരുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയില്ല, കാരണം എല്ലാവരും നല്ലതായിട്ട് അവെയറാണ്. പിന്നെ കുട്ടികളിലെ പോയ്സണിങ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ വീട്ടിൽ മാതാപിതാക്കൾ, ഗ്രാൻഡ് പേരൻസ് ഒക്കെ കഴിക്കുന്ന മരുന്നുകൾ അതെല്ലാം നല്ലതായിട്ട് ലോക്ക് ചെയ്ത് വെക്കണം. കാരണം പാരസെറ്റമോൾ പോയ്സണിങ് വളരെ കോമൺ ആണ്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന സിറപ്പ് അത് നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് അവരത് ഫുൾ കുടിക്കും. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ആ അളവ് അവർക്ക് ലിവറിന് കേടാവും. അപ്പോൾ എല്ലാ പോയ്സണിങ്ങും, അതായത് അത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ ഈ സാധനങ്ങളൊക്കെ. പിന്നെ മണ്ണെണ്ണ, കെറസിൻ പോയ്സണിങ്, അത് ബ്ലൂ കളറിൽ ഒരു കൊക്കക്കോളയുടെയോ സ്പ്രൈറ്റിൻ്റെയൊക്കെ ബോട്ടിൽ എടുത്ത് വയ്ക്കുമ്പോൾ അത് കുഞ്ഞുങ്ങൾ കുടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുക. ഫോൾസ്, കുട്ടികളുടെ ഫോൾസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ ഇപ്പോൾ ഒരു 9 മാസം 10 മാസമൊക്കെ കഴിഞ്ഞ് കമന്നൊക്കെ വീണ് എണീറ്റൊക്കെ ഇരിക്കാനൊക്കെ തുടങ്ങി 1 വയസ്സാകുമ്പോഴത്തേക്ക് പിന്നെ ബെഡിൽ കിടത്താതെ തറയിൽ തന്നെ കിടത്തണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് തിങ്, ഈ തൊട്ടിൽ കിടത്തുന്നവരുണ്ട്. നമ്മളിപ്പം പഴയ കാലം തൊട്ടേ തൊട്ടിൽ കിടത്തി ശീലിപ്പിക്കും. പക്ഷേ ഇപ്പോൾ ഹോസ്പിറ്റൽസിലൊക്കെ നോക്കിയാൽ കാണാം ഈ തൊട്ടിൽ കാണില്ല, ബേബി ക്രിബ് അമ്മയുടെ അടുത്ത് അങ്ങനെ തൊട്ടിലായിട്ട് കാണില്ല. കാരണം എന്താ വെച്ചാൽ മദറിങ്ങിന് അമ്മയുടെ കൂടെയാണ് കുഞ്ഞുങ്ങളെ കിടത്തുന്നത്. തൊട്ടിലിനകത്ത് അത് കറങ്ങുന്നതും അങ്ങനെ കുറേ ഇഷ്യൂസ്, കഴുത്തിങ്ങനെ തുണിയുടെ ഇടയ്ക്കോട്ടൊക്കെ പോയി സ്ട്രാങ്കുലേഷനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാം. ഈ പ്രിവെൻറ്റീവ് പീഡിയാട്രിക്സ് ആണ് ഇപ്പോൾ നമ്മൾ എമർജൻസിയിൽ ഒരു കുഞ്ഞ് എത്താതിരിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ എമർജൻസി ഫിസിഷ്യൻ സ്കൂളിൽ ഇപ്പോൾ പഠിപ്പിക്കുന്നത്. കാരണം പ്രിവെൻറ്റീവ് പീഡിയാട്രിക്സ് ഈസ് ഓൾവേസ് സേഫ്, കുഞ്ഞുങ്ങളെ സേഫായിട്ടിരിക്കാൻ. പിന്നെ എമർജൻസിയിൽ വരുന്ന ഏറ്റവും വലിയൊരു കാര്യം ബേൺസ് ആണ്. കുട്ടികൾക്ക് ബേൺസ് വരുന്നത് അത് നമുക്ക് 100% നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. ചൂടുള്ള കാര്യങ്ങൾ, ചായ ഇടുമ്പോൾ അല്ലെങ്കിൽ കഞ്ഞിവെള്ളം, ചായ, കറികൾ ഇതൊക്കെ എടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് എത്തിയെടുക്കാൻ പറ്റുന്നിടത്ത് വെക്കാതിരിക്കുക. ടേബിൾ ക്ലോത്തൊക്കെ ലോങ് ആയിട്ട് കിടക്കുമ്പോൾ ടേബിൾ ക്ലോത്തിൽ വലിച്ചാണ് മിക്കവാറും ഇത് ദേഹത്തിടുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കര കെയർഫുള്ളായാലും ഫോൾസ്, ബേൺസ്, ഫയേഴ്സ്, സോക്കറ്റ്സ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരുന്ന എമർജൻസീസ് നമുക്ക് ഒത്തിരി അവോയ്ഡ് ചെയ്യാൻ പറ്റും.